ഹായ്, അൻവർ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം SIRന്റെ കറണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. പല ആളുകളും ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ്. അവരുടെ പേരതിലില്ല. പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ പേരതിലില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്. അതോടൊപ്പം തന്നെ നാട്ടിലുള്ള പല സുഹൃത്തുക്കളും അവരുടെ പേര് വന്നിട്ടില്ല, SIR ലിസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നു, എന്നിട്ടും പേര് വന്നിട്ടില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഉള്ള സമയങ്ങളെല്ലാം അത് പേര് ആഡ് ചെയ്യാനും മറ്റുമുള്ള സമയങ്ങളാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. പേരില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് voters.eci.gov.in എന്നുള്ള നമ്മുടെ SIR ലിസ്റ്റ് എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ സൈറ്റിലേക്ക് വരികയാണ് വേണ്ടത്. ആ സൈറ്റിൽ വന്നാൽ ഇതേപോലെയായിരിക്കും കാണുക. അതിലിതാ ഫോം 6 എന്നുള്ളൊരു ഫോം ഉണ്ടാകും. അത് പുതിയതായിട്ട് ആളുകളെ പേര് ചേർക്കാനുള്ളതാണ്. അതിൻ്റെ അടിയിൽ ഫോം 6A എന്നുള്ളൊരു ഫോം ഉണ്ട്. അത് പ്രവാസികളായ ആളുകൾക്ക് വോട്ടർ ചേർക്കാനുള്ളതാണ്. ഫോം 7 ഉണ്ട്. ഫോം 7 എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട ആളുകൾ അവരുടെ പേര് ഒഴിവാക്കാനുള്ളതാണ്. ഫോം 8 ഉണ്ട്. ഫോം 8 നമുക്ക് അതിലെന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് മാറണമെങ്കിൽ അതിനു വേണ്ടിയുള്ളതാണ് ഫോം 8. പിന്നെ ഫോം എമ്മും ഫോം 12C ഉണ്ട്. അത് നമുക്ക് ബന്ധപ്പെട്ടതല്ല, അത് കാശ്മീരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. ആദ്യമായി നമുക്ക് ഈ പുതിയതായിട്ട് ഒരാളുടെ പേര് ചേർക്കണം. ഇതിൽ എഴുതിയേക്കുന്നത് ഫിൽ ദ ഫോം 6 ഇഫ് യു ആർ, നിങ്ങൾ 18 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരാൾ, 18 എത്താറായി 17 കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചേർക്കാം. അതിന് നിങ്ങൾ ഫോം 6 ഈ കാണുന്ന ഫോം 6 ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഫോം 6 ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഫോം 6ൽ കുറച്ച് കാര്യങ്ങൾ വരും. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ നിങ്ങളുടെ പേര് അടുത്ത SIR ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ ഈ കാണുന്ന ഫോം 6A എന്നുള്ളൊരു ഭാഗമുണ്ട്, അത് ഫില്ല് ചെയ്യുക. ഇനി ഈ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും പേര് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം 7 എന്നുള്ളത് ഫില്ല് ചെയ്യുക. ഇനി അതിലെ ഫോം 8 ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ വിവരങ്ങൾ എന്തെങ്കിലും വല്ല തിരുത്തലുകളോ വല്ലതും ആവശ്യമുണ്ടെങ്കിലാണ് ഫോം 8 ഫില്ല് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഫോം 6 ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ഡിക്ലറേഷൻ ഫോം കൂടി നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ആ ഡിക്ലറേഷൻ ഫോം എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ടൊരു വിവരം വന്നിട്ടില്ല. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് സ്വന്തമായി അപ്പോൾ ഞാൻ എൻ്റെ ലോഗിനിൽ ചെയ്താണ്. നിങ്ങൾക്ക് സ്വന്തമായി സിറ്റിസൺ ലോഗിനിൽ ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ മുഖാന്തരം ചെയ്യാം, അല്ലെങ്കിൽ BLO മുഖാന്തരം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ത്രൂ BLO മുഖാന്തരം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കൃത്യമായ സമയത്ത് BLOമാർക്കാണ് മുകളിൽ നിന്നും കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കൃത്യമായി കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പ്രൈമറി തലത്തിൽ ഫസ്റ്റ് തലത്തിൽ അപ്രൂവ് കൊടുക്കേണ്ടത് ഇപ്പോഴും BLO ആണ്. അപ്പോൾ BLO മുഖാന്തരം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ അറിയുന്ന ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് അപ്രൂവ് കൊടുക്കാനും മറ്റും പറ്റും.